ഇന്നലെ നടന്ന LGS പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടോ? അതിൽ ജോഗ്രഫിയിൽ 9ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. 5, 7, 9ാം ക്ലാസ്സിലെ പാഠങ്ങൾ മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ 9ാം ക്ലാസ്സിലെ 3 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തെക്കുറിച്ച് ഉള്ള 3 പാഠങ്ങളാണ്. അപ്പോൾ ആ പാഠങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ, കാരണം 2 ചോദ്യങ്ങൾ ആ പാഠത്തു നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, LGSുമായി വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പഴയതും പുതുതുമായിട്ടുള്ള CRT പാഠഭാഗങ്ങളിലൂടെ നമുക്ക് സവിസ്തരം ഒന്ന് കടന്നു പോകാം. ഒരു ഡീപ്പ് അനാലിസിസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. ഇപ്പോൾ വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കാര്യം കൂടിയും പറയാം. LGSന് പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അങ്ങനെ 10th ലെവൽ എക്സാമുകൾക്കായി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നും ക്ലാസ്സുകൾ ലഭിക്കും. എന്നും ഫ്രീ ആയി നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാമിൽ പങ്കെടുക്കാം. ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മൾ മിനിയാന്ന്, അതായത് നവംബർ 30-ന് മുമ്പ് നവംബർ 29-ാം തീയതി രാത്രി നടത്തിയ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, 3 ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ വന്നത്. 1 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ലൈവ് ക്ലാസ്. അതുപോലെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചേരുക. കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തിയ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് 20 ചോദ്യങ്ങൾ, അത് ഞാൻ കൃത്യമായിട്ട് ഏത് ചോദ്യങ്ങളാണ് വന്നത് എന്നുള്ളത് ആ ചോദ്യപേപ്പറിൻ്റെ അനാലിസിസ് ഇന്നലെ നടത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈസിയായി, നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോകുന്നവർക്ക് കൃത്യമായി ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ PSC എക്സാമുകൾ വരുന്നത്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? LGSലെ 3ാം ഘട്ടത്തിലൊരു ചോദ്യമാണ്. ഇതൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമൊന്നുമല്ല. ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആ പാഠഭാഗത്തിലൂടെ ഒന്ന് കടന്നുപോയവർക്ക് നമുക്ക് SCRT പാഠഭാഗം വായിച്ചവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. CRT പാഠഭാഗം, അത് 10ാം ക്ലാസ്സിലാണ്, ആ പാഠഭാഗം മാറിയിട്ടില്ല. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം പ്രധാന തുറമുഖങ്ങൾ. ഇപ്പൊ 12 എന്നുള്ളത് 13ആയി മാറിയിട്ടുണ്ട് കേട്ടോ. 12ഓളം പ്രധാന തുറമുഖങ്ങളല്ല, മേജർ തുറമുഖങ്ങൾ ഇപ്പോൾ 13 എണ്ണ. ഓക്കെ, 13ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് പ്രധാനമായ സ്ഥാനമാണുള്ളത്. ഏതൊക്കെയാ പ്രധാന തുറമുഖങ്ങൾ? കണ്ട്ല, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഇങ്ങനെ വായിച്ചു പോകുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മറക്കും അല്ലേ? ഇത് ഉറപ്പിക്കണം. ഉറപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാനിതിന് ഗ്രാമങ്ങൾ എന്നുള്ളൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളൊരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കാണുക. അപ്പോൾ ഒരു നല്ല വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപടം നോക്കി മനസ്സിലാക്കുക. കണ്ടില്ല, കണ്ടോ, ഗുജറാത്തിലാണ്. അപ്പം നമുക്ക് മാപ്പ് മനസ്സിലാവും. മാപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലായി വരും. ഗുജറാത്തിലാണ് കണ്ടില്ല. അപ്പോൾ അതിനൊപ്പം നദികളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നർമ്മദ, അതുപോലെ തന്നെ താപ്തി, ഈ നദികളൊക്കെ അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ ധാരണ വരും. അപ്പോൾ കണ്ട്ല തുറമുഖം ഗുജറാത്തിലാണ്. കണ്ടോ, ഗുജറാത്തിലാണ് കണ്ട്ല തുറമുഖം. തുറമുഖത്തെക്കുറിച്ച് ഒരു ചോദ്യം കൂടിയും വരുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള തുറമുഖം ഏതെന്നുള്ള ചോദ്യത്തിൽ ഞാൻ തുറമുഖങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കണ്ട്ല മുംബൈ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അവിടെ ഈ മുംബൈൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു തുറമുഖം കണ്ടോ, നെവാഷേവ. അത് ഈ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ തുറമുഖമാണ് നെവാഷേവ എന്ന് പറയുന്നത്. അതും എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി അടുത്തത് മർമഗോവ. എവിടേക്കായിരിക്കും? ഗോവയിലായിരിക്കും. ഗോവയിലുള്ള ഏക തുറമുഖവുമാണ്. പിന്നെ മംഗലാപുരം നിങ്ങൾക്കറിയാലോ, കർണാടകം അല്ലേ? അതിൻ്റെ സ്ഥാനം എന്ന് ആലോചിച്ചാൽ മതി. തമിഴ്നാട്ടിലാണോ കർണാടകത്തിലാണോ എന്നുള്ളത് ആൺകുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല, ചിലപ്പോൾ പെൺകുട്ടികൾക്കായിരിക്കും. അവരൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയാം മംഗലാപുരം കർണാടകത്തിലാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, കേരളം എങ്ങനെയല്ലേ കിടക്കുന്നത്? കേരളത്തിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണത്? വടക്കു ഭാഗമാണ്. വടക്കു ഭാഗത്താണ് കർണാടക, തെക്ക് ഭാഗത്താണ് തമിഴ്നാട്. കേരളത്തിൻ്റെ മുകളിലാണ് മംഗലാപുരം കിടക്കുന്നത്. പിന്നെ നമ്മുടെ കൊച്ചി. ഇനി ഇപ്പോഴുള്ള തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ഇതിന് മുന്നേ ഒന്ന് പഠിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും ഒന്നും കൂടി വിശദമായി പഠിക്കാം. പിന്നെയാണ് തമിഴ്നാട്ടിൽ തൂത്തുക്കുടി. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ തുറമുഖമുണ്ട്, എണ്ണൂർ തുറമുഖമുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിക്ക് കയറും, അവിടെ വിശാഖപട്ടണം. പിന്നെ ഒറീസയിൽ പാരദ്വീപ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ കൊൽക്കട്ടയുമുണ്ട്, ഹാൽഡിയ തുറമുഖവുമുണ്ട്. രണ്ടും ഓർത്തു വയ്ക്കുക. ഹാൽഡിയ തന്നെയാണ്, ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും തുറമുഖങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കണ്ട്ല, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി.
ഈ തുറമുഖങ്ങളുടെ പ്രത്യേകത എന്താ? ഈ തുറമുഖങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ ലിസ്റ്റ് ആയിട്ടിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാപ്പ് നോക്കിയിട്ട് ഈ തുറമുഖങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒക്കെ ഈ ഭാഗത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കിടക്കുന്ന തുറമുഖങ്ങളാണിത്. ഇത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കിടക്കുന്ന തുറമുഖങ്ങളാണ്. ക്ലിയർ? ഈ തുറമുഖങ്ങളുടെ ലിസ്റ്റാണ് അണിനിരത്തിയിട്ടുള്ളത്. അതിലൊരു സാധനം തന്നിട്ടുണ്ട്, മധുര. മധുരയിൽ തുറമുഖമില്ല, അതുകൊണ്ട് അവിടെ ഉത്തരം മധുരയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ പഠിച്ചു പോവുക, ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിച്ചു പോവുക. എത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, വീണ്ടും ഞാൻ പറയാം. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തിരുവനന്തപുരത്താണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പായിരുന്നു സാൻ ഫെർണാണ്ടോ, അതും ശരിയാണ്. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലായിരുന്നു മറൈൻ അസു, അതും തെറ്റാണ്. അതാണ് അവിടുത്തെ പ്രസ്താവന തെറ്റ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിച്ച് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് കേട്ടോ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ്. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ, രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. PPP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. PPP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ്. ഓർത്തിരിക്കുക. നടത്തിപ്പിന്റെ ചുമതല ആദാനി ഗ്രൂപ്പിനാണ്. 40 വർഷത്തേക്കാണ് മക്കളെ, 40 വർഷത്തേക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് എപ്പോഴും തൂത്തുക്കുടി തന്നെയാണ് കേട്ടോ. ഓക്കെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായരാണ്. രണ്ട് പേരെയും ഓർത്തു വയ്ക്കുക. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ, മറ്റത് ശ്രീകുമാർ കെ നായർ. ഇതിന് തറക്കല്ലിട്ടത് ദിവസമൊക്കെ ഓർത്തു വെച്ചോളൂ. 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ ആദ്യത്തെ മദർഷിപ്പ്, അതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 12 പിണറായി വിജയനാണ്. ഉദ്ഘാടനം 2023 ഒക്ടോബർ 15 ഉൾപ്പെടുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. ആ നെയ്യാറ്റിൻകരയിലെ MLA ചോദിച്ചിട്ടുണ്ട്. MLA എം വിൻസെന്റ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും MLA പഠിക്കണ്ട, ഇങ്ങനെയുള്ള ചില MLA പഠിക്കണം. ഓക്കെ. ഇപ്പൊ മാനന്തവാടി ചോദിച്ചു അല്ലെ, പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു. മാനന്തവാടിയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. കാരണം ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ, മുൻ പട്ടികജാതി മന്ത്രി, അദ്ദേഹം പട്ടികജാതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആലത്തൂർ മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയപ്പോൾ അവിടെ പുതിയ പട്ടികജാതി മന്ത്രി വന്നു. കേളു എന്ന് പറയുന്ന ആള്, അവരുടെ നിയോജക മണ്ഡലം മാനന്തവാടിയാണ് ചോദിച്ചു. അതുപോലെ തന്നെ പിണറായി വിജയന്റെ നിയോജക മണ്ഡലം ചോദിച്ചു. ഏതാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയോജക മണ്ഡലം അല്ല ചോദിച്ചത്, ധർമ്മടം നിയോജക മണ്ഡലം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. അങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങൾ അത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇത് കോവളത്താണ്, ഈ നെയ്യാറ്റിൻകര താലൂക്കിലാണ്, തിരുവനന്തപുരത്താണ്. അവിടുത്തെ MLA എം വിൻസെന്റ് ആണ്. INNYY 1 ആണ് ആ ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്, നെതർലാൻഡ് കമ്പനിയാണ്. ആദ്യത്തെ ചരക്ക് കപ്പൽ, ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ആദ്യത്തെ ചരക്ക് കപ്പൽ ഷൻഹുവയാണ്. അവിടെ തെറ്റിച്ചത് അല്ലേ, ഷൻഹുവ 15. രണ്ടാമത്തേത് ഷൻഹുവ 29. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞമാണ്. ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖം മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവും 18 മീറ്റർ ആഴമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടാണ്. ഇനി നോക്കൂ, അതേ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഒന്ന് ഓടിപ്പോയി അല്ലേ. അതേ പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? അത് തൂത്തുക്കുടിയാണ്. മേജർ തുറമുഖങ്ങൾ 13 എണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. അത് തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടു. അത് എവിടെയാണ്? തൂത്തുക്കുടി തമിഴ്നാട്ടിലാണ്. ഇപ്പം ചിദംബരം തുറമുഖം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എണ്ണൂർ തുറമുഖം ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് വിശാഖപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്. പാരദ്വീപ് തുറമുഖം ഒറീസയിലാണ്. ഹാൽഡിയ തുറമുഖം എവിടെയാണ്? മറന്നു പോകരുതേ, ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ്.
അതൊക്കെ ഏത് തീരത്തുള്ള തുറമുഖമാണ്? പൂർവ്വ തീരത്തുള്ള തുറമുഖമാണ്. ഇവിടെയോ? ഇവിടെ നമുക്ക് വിഴിഞ്ഞമുണ്ട്, കൊച്ചിയുണ്ട്, മാംഗ്ലൂർ കർണാടകത്തിലുണ്ട്, മർമഗോവ ഗോവയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ മുംബൈ തുറമുഖമുണ്ട്, നവാഷേവ തുറമുഖമുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൽ കാണ്ഡ്ല തുറമുഖമുണ്ട്. തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചോളൂ. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ 13 എണ്ണമാണ്. മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെറുകിട തുറമുഖങ്ങൾ സംസ്ഥാന സർക്കാരാണ് കേട്ടോ. മേജർ തുറമുഖങ്ങൾ കേന്ദ്ര സർക്കാരും ചെറുകിട തുറമുഖങ്ങൾ ആരുമാണ്? സംസ്ഥാന സർക്കാരുമാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടുമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത് കാണ്ഡ്ല തുറമുഖമാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കറാച്ചി തുറമുഖം ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാനിലേക്ക് പോയപ്പോഴാണ് നമ്മൾ കാണ്ഡ്ല തുറമുഖം തുറന്നത്. ആ കാണ്ഡ്ല തുറമുഖം ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ഡ്ല. കറാച്ചി തുറമുഖത്തിന്റെ കുറവ് നികത്താനായിട്ടാണ് കാണ്ഡ്ല തുറമുഖം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നും പറയാറുണ്ട്. കാണ്ഡ്ല തുറമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം പണ്ട് ചോദിച്ചിട്ടുണ്ട്, അലാങ് ആണ്. കാണ്ഡ്ല തുറമുഖത്തിനടുത്താണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടും അതുകൊണ്ടല്ല. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണല്ലോ. ഇന്ത്യയുടെ പരുത്തി പട്ടണവും മുംബൈ ആണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ പ്രകൃതിദത്ത തുറമുഖം, ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും മുംബൈ തുറമുഖമാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ പഴയ പേരാണ് നവാഷേവ. അതായത് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ നവാഷേവ. ഗോവയിലെ ഏക മേജർ തുറമുഖം ഏതാണ്? മർമഗോവ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം ഏതാണ്? മർമഗോവയാണ്. മണ്ഡോവി സുവാരി നദികളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മർമഗോവയാണ് കേട്ടോ. മണ്ഡോരി സുവാരി നദികളുടെ സംഗമ സ്ഥാനത്ത്. കർണാടകത്തിന്റെ കവാടം ന്യൂമാംഗ്ലൂർ തുറമുഖം. അപ്പോൾ കർണാടകത്തിൽ ന്യൂമാംഗ്ലൂർ തുറമുഖത്തിന് ഒരു പഴയ പേരുണ്ട്, പനമ്പൂർ തുറമുഖം എന്നുണ്ട്. കേരളത്തിലെ ഏക മേജർ തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഒരു തുറമുഖം കൂടി ഉണ്ട് നമുക്ക്, ഏതാണ്? വിഴിഞ്ഞം, പ്രധാനപ്പെട്ടത്, പക്ഷെ മേജർ ആയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖമാണ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ ഓർത്തു വെച്ചോളൂ, വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർഷിപ്പ് കപ്പൽ നങ്കൂരമിട്ട തുറമുഖം കൊച്ചി തുറമുഖമാണ്. കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട ആദ്യത്തെ കണ്ടെയ്നർഷിപ്പും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ, പ്രസിഡന്റ് ടൈലർ ആണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖവും തൂത്തുക്കുടി തുറമുഖമാണ്. തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേര് VO ചിദംബനാർ തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം എന്ന് ചോദിച്ചാൽ അത് ചെന്നൈ തുറമുഖമാണ്. തെക്കേ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ പേര് അപ്പോൾ മദ്രാസ് തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖമാണ്. ആ തുറമുഖത്തിന്റെ പേര് പണ്ട് മദ്രാസ് തുറമുഖം എന്നാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും വലുതാണ് ചെന്നൈ തുറമുഖം. മറ്റത് മുംബൈ തുറമുഖമാണ് വലുത്. എല്ലാം കൂടി എടുക്കുകയാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ തുറമുഖമാണ് എണ്ണൂർ തുറമുഖം കേട്ടോ. അത് പരിസ്ഥിതി സൗഹൃദ തുറമുഖം കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം കൂടിയാണ്. ഒഡീഷയിൽ പാരദ്വീപ് തുറമുഖമാണുള്ളത്. കൃത്രിമ ലഗൂണുകൾ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരദ്വീപാണ്. കൊൽക്കത്ത തുറമുഖം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഹുഗ്ലിയിലാണ്. കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ്. ആ ബംഗ്ലാദേശിന്റെ അത് കൂടെയല്ലേ കിഴക്കൻ സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് കണ്ട് പോകാൻ പറ്റുക അല്ലേ അങ്ങനെ നോക്കുമ്പോൾ. അതുകൊണ്ട് കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏതാണ്? ഹുഗ്ലി നദിയുടെ തീരത്തല്ലേ, കൊൽക്കത്തയാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ. ഇന്ത്യൻ ഉപദ്വീപിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. മറ്റൊക്കെ ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറും കിഴക്കും തീരങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. അപ്പം 13 തുറമുഖങ്ങളുണ്ട്. ഇനി നോക്കൂ, ഇതാണ് PSC 9ാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്ന് ചോദിച്ച ചോദ്യം. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന്
പേര് ലഭിച്ച പീഠഭൂമി ഏത്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ അത് ഇപ്രാവശ്യത്തെ ഈ 9ാം ക്ലാസ്സിലെ മാറിയ പാഠത്തിലുണ്ട്. നമുക്ക് എന്താണ് ആ പാഠത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? പീഠഭൂമി എന്നാൽ എന്ത്? പീഠഭൂമി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതുമായ പ്രദേശങ്ങളാണ് പീഠഭൂമികൾ കേട്ടോ. ചുറ്റുപാടിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന ഏറെക്കുറെ നിരപ്പായ പ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പീഠഭൂമികളുണ്ട്. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളുണ്ട്, വൻകര പീഠഭൂമികൾ. ഇതൊക്കെ ഓർത്തു വയ്ക്കുക. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 5 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നമുക്കറിയാം എന്ത് കിടക്കുന്നു? ഉത്തര പർവ്വത മേഖല കിടക്കുന്നു. അതിന് താഴെയായിട്ട് ഉത്തര മഹാസമതലം കിടക്കുന്നു. പിന്നീട് ത്രികോണാകൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, അപ്പൊ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാന്ന് ചോദിച്ചാൽ അതിന് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയണം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെക്കാൻ പീഠഭൂമിയുടെ മാപ്പ് കാണാം. ആ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരതിരിൽ പശ്ചിമഘട്ടവും മറ്റേ അതിരിൽ പൂർവ്വഘട്ടവുമാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിൽ കിടക്കുന്ന പീഠഭൂമിയാണ്. അതിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് പശ്ചിമഘട്ടമാണ്, കിഴക്കേ അറ്റത്ത് പൂർവ്വഘട്ടമാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഉപദ്വീപീയ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി മാത്രമല്ല ഉപദ്വീപീയ പീഠഭൂമി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കൂ. ഈ കളറുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ ഭാഗമാണ് കേട്ടോ വയനാട് പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ കുറച്ചെങ്കിലും സ്ഥിതി ചെയ്യുന്നതാണ് മധ്യപ്രദേശ്, അതുപോലെ തന്നെ ജാർഖണ്ഡ്. മാപ്പന്നെ നോക്കി മനസ്സിലാക്കുക. ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തായിട്ട് വന്നിട്ടുണ്ട്? ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. പെൻസിലാർ പീഠഭൂമിയിൽ എന്നാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, കർണാടക ഉണ്ട്, തെലുങ്കാന ഉണ്ട്. വീണ്ടും ആ മാപ്പ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഇവിടുത്തെ തമിഴ്നാടുണ്ട്, തമിഴ്നാട്ടിന് മുന്നിൽ കർണാടക ഉണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലുങ്കാന ഉണ്ട്, ഒഡീഷ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, പിന്നെ അത് കൂടാതെ മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഓക്കെ, പശ്ചിമ ബംഗാളിന്റെ കുറച്ച് ഭാഗവുമുണ്ട്. ഇതൊക്കെ ഉപദ്വീപീയ പീഠഭൂമി കുറച്ചോ അതില്ലെങ്കിൽ അധികമോ പൂർണ്ണമായോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ പടിഞ്ഞാറ് നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടമാണ്, കിഴക്ക് പൂർവ്വഘട്ടമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ തെക്കായിട്ടാണ് ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. കണ്ടു, ഉത്തരേന്ത്യൻ സമതലം അതിന്റെ തെക്കായിട്ട് ഒരു ഭാഗത്ത് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് പൂർവ്വഘട്ടവുമായിട്ടാണ് ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളായല്ലോ. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും പറയാം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ്. സത്പുര പർവ്വതത്തിന് തെക്ക് ഈ ഭാഗത്ത് പശ്ചിമഘട്ടം, ഈ ഭാഗത്ത് പൂർവ്വഘട്ടവുമായി കടക്കുന്ന വിശാലമായൊരു പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ. മൈക്കല നിര, മഹോദിയ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ ഭൂമിയുടെ വടക്കേ അതിരാണ്. വടക്കേ അതിരിൽ സത്പുര പർവ്വതമുണ്ട്, മൈക്കല നിരകളുണ്ട്, മഹാദിയോ കുന്നുകളുണ്ട്. ഓർത്തിരിക്കുക. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളുള്ള ഉപദ്വീപീയ പീഠഭൂമി എത്ര ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ്? 16 ലക്ഷം. പാഠപുസ്തകത്തിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയതാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിലേക്ക് വരാം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കേ അറ്റത്തുള്ള വിശാല പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹോദിയ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. വടക്കേ അതിര് ഓർത്തു വയ്ക്കുക. സത്പുര പർവ്വതമുണ്ട്, ഇന്ത്യ സത്പുര എന്ന് കേട്ടിട്ടില്ലേ? മൈക്കല നിര, മഹോദിയ കുന്നുകൾ. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. കണ്ടോ, ഇവിടുന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ,
എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത്? ലാവ ഒഴുകിപ്പരന്നിട്ടാണ്. അപ്പൊ ഏതൊക്കെ? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ്. ഇത് ലാവ ഒഴുകിപ്പരന്നുണ്ടായതാണ്. ഇപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വടക്ക് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. ബസാൾട്ട് വടക്കൻ ഭാഗത്താണല്ലോ, അതിന് അപക്ഷയം സംഭവിച്ച് കറുത്ത മണ്ണ് രൂപപ്പെടും. ആ കറുത്ത മണ്ണിനൊരു പേരുണ്ട്, റിഗർ മണ്ണ് എന്നറിയപ്പെടും. ഫലഭൂയിഷ്ടവും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും എന്ത് ചെയ്യുന്നു? വളരെ പ്രയോജനം നൽകുന്നു. ഈ മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് കേട്ടോ. ഈ റിഗർ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗറിന്റെ പ്രത്യേകതകളാണ്. ഡെക്കാൻ പീഠഭൂമികളുടെ അരിക് നമ്മൾ പഠിച്ചു. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, വടക്ക് സാത്പുര പോലെയുള്ള മലനിരകൾ, മഹോദയ കുന്നുകളൊക്കെയാണ് വടക്ക് ഭാഗത്ത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്ന കറുത്ത മണ്ണിനെ എന്താണ് വിളിക്കുന്നത്? ഞാൻ ഉൾപ്പെടുത്തിയതാണ്, റിഗർ മണ്ണ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് എന്നാണ് ചോദ്യം. ഇതും 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് കയറി വന്നതാണ്. ഗോദാവരിയിലാണ്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നദീതട പദ്ധതികൾ. ഉപദ്വീപീയ നദിയിലെ നദീതട പദ്ധതികളാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. പക്ഷെ തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണെന്ന് ഓർക്കുക. അത് എവിടെയാണ്? അത് കർണാടകത്തിലാണ്. കർണാടകത്തില് കൃഷ്ണൻ. തുംഗഭദ്ര നദി. സർദാർ സരോവർ അണക്കെട്ട് അല്ലെ, നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ് സർദാർ സരോവർ. കൃഷ്ണാർജുന സാഗർ കാവേരി നദിയിലാണ്, കർണാടകത്തിൽ കൃഷ്ണാർജുന സാഗർ. പിന്നീട് വരുന്നു നിസാം സാഗർ ഗോദാവരി നദിയിൽ, ആന്ധ്രാപ്രദേശിൽ. നിസാം സാഗർ ഗോദാവരി നദിയിൽ, ആന്ധ്രാപ്രദേശിൽ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഈ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ബരാലച്ച ചുരം എന്നാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ ലാഹൌൾ ജില്ലയെ ലഡാക്കിലെ ലേ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നു. അതായത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ലാഹൌൾ ജില്ലയെ ലഡാക്കിലെ ലേ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നു. ഉത്തരേന്ത്യയിലെ സൻസ്കർ പർവ്വതനിരകളിലെ ഉയർന്ന പർവ്വതനിരയാണ് ബാരാലാച്ച പാസ്. ഇനി ചില SCRT ബുക്കിലെടുത്തും മുൻകാലങ്ങളിൽ ചോദിച്ചതുമായ ചില ചുരങ്ങൾ. സോജില ചുരം ശ്രീനഗറും കാർഗിലുമാണ്. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പോയി കണ്ടുപോകൊണ്ടു, അത് ഉറപ്പിക്കണമെങ്കിൽ. സോജില ചുരം ശ്രീനഗർ കാർഗിലാണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റിലാണ്. ഷിപ്കില. അപ്പൊ മഞ്ഞിൽ ഒരു ഷിപ്പ് നിങ്ങൾ സ്വപ്നം കണ്ടാൽ മതി. മഞ്ഞിൽ ഇങ്ങനെ പൊതഞ്ഞു കിടക്കാണ് ഷിപ്പ്. ഹിമം ഷിപ്പ്. ജമ്മു ആൻഡ് ശ്രീനഗറിൽ ബനിഹാൽ ചുരമാണ്. ജമ്മു കാശ്മീരിലെ ഒരു കർഷകനെ അതിന്റെ തൊട്ടടുത്ത് കാണുക, ബനിയൻ ഇട്ടുകൊണ്ട്. ഗാർദുംഗ് ലാ ചുരം ലേയിലാണ്. ലേയിൽ കിടക്കുന്ന മറ്റൊരു ചുരമാണ് ഗാർദുംഗ് ലാ ചുരം. റോഹ്ത്യാങ് ചുരം കുളു സ്പിതി താഴ്വരകളിലാണ്. നാദുല ചുരം സിക്കിം ടിബറ്റിലാണ്. ജലപ്ല ചുരം സിക്കിമിലും ലാസയിലുമാണ് കണക്ട് ചെയ്യുന്നത്. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ലാസയെയും, ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മണ്ഡലയെയും. അടുത്ത ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയരേഖയായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ഒരു പ്രദേശത്തിൽ സൂര്യന്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയായി കണക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും, ഇപ്പൊ കേരളത്തിൽ തവനൂർ ഉച്ചയ്ക്ക് എത്തുന്ന സൂര്യൻ ആ സമയത്തായിരിക്കില്ല നിങ്ങളുടെ നാട്ടിൽ ഉച്ചയ്ക്ക് എത്തുക. അത് സ്ഥലങ്ങൾ മാറുന്തോറും ആ ഉച്ചയ്ക്ക് എത്തുന്ന സമയം വഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ പല സ്ഥലത്തും പല സമയമായിരിക്കും. ഈ പ്രാദേശിക സമയത്തെ അടിസ്ഥാനപ്പെടുത്തി കണ്ടാൽ എന്താ പ്രാദേശിക സമയം? തലയ്ക്ക് മുകളിൽ ആ പ്രദേശത്ത് സൂര്യൻ എത്തുന്ന സമയമാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്
നമ്മളൊരു മാനക സമയം ഉണ്ടാക്കി, ഒരു സ്റ്റാൻഡേർഡ് സമയം ഉണ്ടാക്കി. അതിനാധാരമാക്കിയത് ഗ്രീൻവിച്ച് രേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീൻവിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെ ഏത് സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല, റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിന് ഗ്രീൻവിച്ച് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തെമ്പാടും സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കും. എന്ത് മെറിഡിയൻ എന്ന് വിളിക്കും? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും പറയുന്നു. അപ്പൊ ഗ്രീനിച്ച് സമയത്തിലെ പ്രാദേശിക സമയമായ ഗ്രീനിച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു രാജ്യങ്ങളിലെ സമയം കാണുന്നത്. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയെ 24 സമയമേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പം ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണിലും ഒരു ഭൂമി എടുത്തു കഴിഞ്ഞാൽ അത് 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും അല്ലേ? 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് എത്ര വേണം? 24 മണിക്കൂർ വേണം. ഇപ്പം 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 × 60 1446 മിനിറ്റ് എന്ന് കിട്ടും. ഇനി ആ 1440 മിനിറ്റ് എന്ന് കിട്ടും. 1440നെ 300 കൊണ്ട് ഹരിച്ചാൽ 4 മിനിറ്റ് ആണ്. അതാണ് 1 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമിക്ക് വേണ്ട എന്തെന്ന് പറയുന്നത്? സമയം എന്ന് പറയുന്നത്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മനസ്സിലായില്ലേ? 15 ഡിഗ്രി തിരിഞ്ഞാൽ 15 × 4 ആയി 60 മിനിറ്റ് ആയി. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. ഓക്കെ, അതുവരെ ക്ലിയർ ആയല്ലോ? ആ ഭാഗം വരെ ക്ലിയർ ആയല്ലോ? സെറ്റായെങ്കിൽ സെറ്റായി എന്ന് പറയണേ. യെസ്, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ടാകും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല കാര്യങ്ങളിലും കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശങ്ങളെ ആ രാജ്യത്തെ പ്രാദേശിക സമയം എന്ന് വിളിക്കും. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലധികം സമയമേഖലകൾ ഉണ്ടാകും. ഓക്കെ, മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ മാനക സമയം. ഇപ്പൊ ഒരു മാനക രേഖാംശം അതിന്റെ നടുവ് കൂടെ കടന്നു പോകുന്നത് അത് ഇന്ത്യയിൽ 82.5 ഡിഗ്രിയാണ്. അതിലെ പ്രാദേശിക സമയമാണ് നമ്മൾ മാനക രേഖാംശത്തിലെ മറ്റ് കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യ 68 മുതൽ 97 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന 30 ഡിഗ്രി രേഖാംശ വ്യാപ്തിയുമുള്ള ഒരു രാജ്യമാണല്ലോ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി അതാണ്. ഇവയുടെ ഏകദേശം മധ്യത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 68നും 97നും ഇടയിൽ മധ്യഭാഗത്തായി 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ഗ്രീനിച്ചിലെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യൻ സമയം. ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 + 5:0 അല്ലെ 5:30. അതുകൊണ്ടാണ് നമ്മൾ സമയം എഴുതുമ്പോൾ +5:30 എന്നിങ്ങനെ എഴുതുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയരേഖ അലഹബാദ്, ഇപ്പോൾ പ്രയാഗ്രാജ് വഴിയാണ് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി മെറിഡിയനായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ സമയ വ്യത്യാസം ഗ്രീൻവിച്ചിനേക്കാൾ 5.5 മണിക്കൂർ കൂടിയതാണ് കേട്ടോ. 5.5 മണിക്കൂർ മുന്നിലാണ് എന്നോർത്തു. യെസ്, അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.